നമസ്കാരം. ഞാനിന്നേ പറയാൻ പോകുന്നത് നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ, അതായത് ഇന്നർ വേൾഡ് അല്ലെങ്കിൽ ഔട്ടർ വേൾഡ്, ഇതിനെക്കുറിച്ചാണ്. നമ്മൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്ന വ്യക്തികളല്ലേ അല്ലേ? ചുമ്മാ ഇരിക്കുന്ന സമയം എന്നാ പറയണേ, പിശാചിന്റെ കൂടാരാന്ന് പറയണേ, ചുമ്മാ ഇരിക്കുന്ന സമയം. അതായത് ആവശ്യമില്ലാത്ത എല്ലാം മനസ്സിലേക്ക് നമ്മൾ ചിന്തിച്ച് കയറ്റി നമ്മൾ വിഷമിച്ചിരിക്കും. എല്ലാ മനുഷ്യർക്കും ഉണ്ട് കേട്ടോ, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് പുറത്തുള്ള സംഭവങ്ങൾ, അതായത് ഔട്ടർ വേൾഡിൽ എന്തെല്ലാം നടക്കണമെന്ന് വെച്ചാൽ അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റാണ്ടിരുന്നാൽ മതി. നമ്മുടെ ഉള്ളിൽ, അതായത് ആന്തരികമായിട്ടുള്ള ഇന്നർ വേൾഡിനകത്ത് നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും പുറത്തുനിന്ന് നമ്മളെ സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ച് നോക്കിക്കേ. പുറത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കും, എല്ലാത്തിനും പരിഹാരം കാണാനൊന്നും നമുക്ക് ആർക്കും സാധിക്കില്ല അല്ലേ? അതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ അധികം പേരും ചെയ്യണേനാ, പുറത്ത് എന്ത് നടന്നാലും അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കയറ്റിയിട്ട് നമ്മൾ വിഷമിച്ച് നടക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല. പുറത്തുള്ളത് പുറത്ത് നടക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മൾ സേഫാണോ, നമ്മൾ സന്തോഷവാന്മാരാണോ, നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് എല്ലാത്തിനും ഒന്നും പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അത് സാധിക്കാൻ വേറെ സംവിധാനങ്ങൾ ലോകത്തുണ്ട്, അവർ സാധിച്ചോട്ടെ. നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നതായ ഒരു കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കാതെ ഇരിക്കുക. പിന്നെയുണ്ട്, നമ്മൾ തന്നെയായിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. അല്ലാണ്ട് വേറെ ആളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊന്നും വെക്കാൻ തുടങ്ങും. നമ്മളോട് തന്നെ ചോദിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനോട് സംസാരിക്കുക, അതിനൊരു പരിഹാരം കണ്ടെത്തുക. അങ്ങനെ മനസ്സിനോട് നമ്മൾ കുറച്ച് നാൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ ഒരു മാർഗം കാണിച്ചു തരും. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, ബൈബിളിലുണ്ടല്ലോ, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം തന്നെ സ്നേഹിക്കാനാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പം നമ്മളെ സ്നേഹിച്ച് നോക്കിക്കേ, നമുക്ക് എല്ലാത്തിനും ഒരു എന്നാന്ന് പറയുക, ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതേപോലെ ആരില്ലെങ്കിലും ഞാനുണ്ട് എന്ന് നമ്മുടെ മനസ്സിനോട് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റും ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് എന്തനുഭവിക്കണമെങ്കിലും നമ്മൾ തന്നെ. ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും അതിൻ്റെ വേദന അനുഭവിക്കണം നമ്മൾ തന്നെയല്ലേ? അപ്പോൾ പിന്നെ ഇല്ലെങ്കിലും, ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഞാനുണ്ട് എന്ന് പറയാൻ നമ്മുടെ മനസ്സ് മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. അപ്പം അത് നമ്മൾ ചിന്തിക്കണം. പിന്നെ അടുത്താണ് ഈഗോ. മറ്റുള്ളവരെ നമ്മളെ വിളിച്ചില്ല, മറ്റുള്ളവർ നമ്മൾ മിണ്ടിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എന്നാ പറയണേ, അംഗീകരിക്കുന്നില്ല, നമ്മളെ കാണുമ്പം മുഖം തിരിഞ്ഞ് നടന്നുപോയി, അല്ലെങ്കിൽ വഴിക്ക് വെച്ച് കണ്ടിട്ട് മിണ്ടിയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരെന്താ കാണിക്കണേന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളതോർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതൊട്ടും ചെയ്യേണ്ട കാര്യമില്ല. മറ്റുള്ളവരെന്താ ചിന്തിക്കണേന്ന് നമുക്കറിയത്തില്ല, എന്നാലും നമ്മൾ അവരെന്താ ചിന്തിച്ചതെന്ന് പറഞ്ഞ് അത് ഇന്നതാ ചിന്തിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ അവരുടെ മനസ്സിൽ എന്നാ ചിന്തിച്ചതെന്ന് അങ്ങനെ അവർക്കും ചിലപ്പോൾ ആ ചിന്തിക്കുന്നവർക്ക് ഒരു കാര്യത്തിലും പിടികിട്ടില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ നമ്മളെന്തിനാ അവർ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കണം? അവരെന്താ ചിന്തിക്കണേന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കണത്? ആരെന്ത് വിചാരിച്ചാൽ നമുക്ക് എന്താന്നേ? നമ്മളതൊക്കെ വിട്ടുകളയാം. അങ്ങനെയൊന്ന് ശീലമാക്കി നോക്കിക്കേ, നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പിന്നെയുള്ള വേറൊരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരെ കണ്ട് ജീവിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും നമുക്കറിയാം. മറ്റുള്ളവനൊരു വലിയ വീടുണ്ട്, അല്ലെ അടുത്തവനൊരു വീടുണ്ട്, എൻ്റെ സുഹൃത്തിന് അല്ലെ ബന്ധുക്കൾക്ക് ഒരു വീടുണ്ട്, അതുപോലത്തെ വീട് എനിക്കും വേണം. അതേപോലെ അവരുടെ വീട്ടിൽ കല്യാണം നടത്തിയപ്പോൾ അതുപോലെ ആർഭാടമായിട്ട് എൻ്റെ വീട്ടിൽ കല്യാണം നടത്തണം, അവൻ്റെ വീട്ടിൽ ഒരു കാറ് മേടിച്ചു, അതുപോലത്തെ കാർ എനിക്ക് വേണം. ഇങ്ങനെ മറ്റുള്ളവരെ താരതമ്യം ചെയ്യാതിരിക്കുക. നമുക്കുള്ളത് വെച്ച് നമ്മൾ സംതൃപ്തരാകുക. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്, നമ്മുടെ സാമ്പത്തികം, നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും, അത് മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മൾ സാമ്പത്തിക ബാധ്യതയിലേക്കാകാതിരിക്കുക. കടബാധ്യതയിലേക്കായിപ്പോയാൽ പിന്നെ അതിന് കയറണമെങ്കിൽ നമ്മൾ ഒരു 10,000 പ്രാവശ്യം കാലിട്ടടിച്ചാലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. പരമാവധി നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കുക. ആ സമ്പാദ്യങ്ങളെല്ലാം സേവ് ചെയ്ത് എന്നെങ്കിലും നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടിടുക. നമ്മളെ പറ്റിക്കുന്നിടത്ത് കൊണ്ടിടാണ്ടിരിക്കുക. അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. അതുപോലെ കുറുക്കുവഴികളും നമ്മൾ സ്വീകരിക്കരുത് പെട്ടെന്ന് പണക്കാരനാകാനുള്ള. എന്നുവെച്ചാൽ മറ്റുള്ളവരൊക്കെ നമ്മളെ താത്തിക്കെട്ടി നമ്മളെ മോശക്കാരായി പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടിടുക. നമുക്കിപ്പോൾ സാമ്പത്തിക പരാധീനത ഉണ്ടായെന്ന് വെച്ചു, അപ്പം നമ്മളെ താത്തിക്കെട്ടി പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്, അല്ലെ അവക്കടെ കയ്യിലിരിപ്പ് കൊണ്ട് അങ്ങനെയായേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമ്മളെ കുറ്റപ്പെടുത്താൻ വരും.
അതേപോലെ ആരും നമ്മളെ സഹായിക്കില്ല, വാക്കുകൊണ്ടുള്ള കസർത്ത് മാത്രമേ അവർ നടത്തുള്ളൂ. പക്ഷെ നമ്മളപ്പോൾ എന്നെ കാണിക്കും, നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുറുക്ക് വഴി കണ്ടെത്താൻ ശ്രമിക്കും. ആ കുറുക്ക് വഴി ചിലപ്പോൾ നമ്മൾ അപകടത്തിൽ പിന്നെ നമ്മൾ പടുകുഴിയിലേക്കായിരിക്കും കൊണ്ട് ചാടിക്കണേ. അപ്പം അങ്ങനെയുള്ള കുറുക്ക് വഴിയൊന്നും സ്വീകരിക്കാതെ നമ്മൾ എന്നാന്ന് പറയുന്നത്, വീണ് കിടക്കണവൻ്റെ മേലെ കളിക്കാനൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അതായത് വീണ് കിടക്കണ കളിപ്പിക്കാനും ഒക്കെ ഇഷ്ടമാണ്. നമ്മൾ വിജയിച്ചവൻ്റെ അടുത്തേക്ക് ഇവരാരും ഒന്നും മിണ്ടാൻ പോവില്ല. നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ വിജയിച്ചു എന്ന് വെച്ചു, അപ്പം നമ്മളിവരെല്ലാം പൊക്കി പറയും, എനിക്കറിയായിരുന്നു നീ രക്ഷപ്പെടുമെന്ന്, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ അവൾ നല്ല നിലയിലെത്തിയില്ലേ എന്നിങ്ങനെ പറയും. അപ്പം നമ്മൾ ഓർക്കുക, നമ്മൾ വീണ് കിടക്കുമ്പോഴും നമ്മൾ പതുക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഒറ്റയടിക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഏതെങ്കിലും അബദ്ധത്തിലൊക്കെ ആയിരിക്കും ചെന്ന് ചാടുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന്, ദുരിതങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു മനുഷ്യനും സന്തോഷവാന്മാരായിട്ടല്ലേ ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും കടബാധ്യതയും മാനസിക വിഷമങ്ങളും ഒക്കെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് എല്ലാവരും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലാണ്ട് ഓരോ ഇടത്തും തളർന്നിരിക്കാണ്ടിരിക്കുക. നമ്മുടെ ജീവിതം നമുക്ക് പതുക്കെ പിടിച്ചെടുക്കാൻ സാധിക്കണം. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരെ കണ്ട് ജീവിക്കാണ്ടിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിരിക്കണം. മറ്റുള്ളവരെ കണ്ടിട്ടൊന്നും നമുക്ക് ഒരു കാര്യവും ചെയ്യാം. കല്യാണമൊക്കെ നടത്തി എത്ര പേരാണ് ദാരിദ്ര്യത്തിലേക്കായി പോകുന്നത്. അതെന്ന് വെച്ചാൽ ഒരു 5-6 ദിവസത്തെ കല്യാണമാണ്. ഈവന്റ് മാനേജ്മെന്റുകാർ കുറേ ഇങ്ങനെ കൂണ് പോലെ മുളച്ചിട്ടുണ്ട്. അവർ പറയുന്ന പൈസ മുടക്കി ആഡംബരത്തിന് വേണ്ടി എത്ര കാശാണ്. കൊറോണ കാലം നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, 25 പേരെ വെച്ചും 15 പേരെ വെച്ച് കല്യാണം നടത്തിയവരാണ് 2000, 3000, 5000 വെച്ചൊക്കെ കല്യാണം നടത്തി ആഡംബരത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. കാശ് പൊടിക്കുന്നതിന് പിന്നീട് ദാരിദ്ര്യം അനുഭവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ? അപ്പം നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കുക, നമുക്ക് കൊക്കിലൊതുങ്ങാവുന്നത് മാത്രം കൊത്താൻ ശ്രമിക്കുക. അതാ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ആഡംബരം കാണിച്ചിട്ട് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, ആകെ കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം ഏതാ? ഒരു താലികെട്ട്. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ലക്ഷങ്ങളും കോടികളും മുടക്കണത്. എത്ര ലക്ഷം രൂപ ചിലർ കല്യാണത്തിന് വേണ്ടി. പ്രധാന മുഹൂർത്തം എന്ന് പറഞ്ഞാൽ താലികെട്ട് മാത്രമേ ഉള്ളൂ ഒരു കല്യാണത്തിൻ്റെ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കൊറോണ കാലത്ത് നമ്മൾ ആ താലികെട്ടിൽ ഒതുക്കിയ മനുഷ്യരാണ്. അവരും സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? 10 പേര് വെച്ച് കല്യാണം നടത്തിയാലും ആ കല്യാണം നല്ല സന്തോഷത്തോടെ ജീവിക്കണം. ഇനി കോടികൾ മുടക്കി കല്യാണം നടത്തിയിട്ടും ആ കല്യാണം സന്തോഷമായിരിക്കണം എന്നൊന്നും ഉറപ്പില്ലല്ലോ, ശരിയല്ലേ? ഒരു 5 പേരെ വെച്ചാൽ 10 പേരെ വെച്ച് നടത്തിയ കല്യാണം പോലെ ആയിരിക്കില്ല കോടികൾ മുടക്കി കല്യാണം. ആ കല്യാണം അവർ സന്തോഷത്തോടെയാണോ കഴിയണമെന്ന് നമുക്കറിയത്തില്ല. അപ്പം അതിനൊന്നും വേണ്ടി ധാരാളം ആർഭാടം കാണിക്കാതിരിക്കുക. നമുക്ക് പറ്റുന്ന പോലെ. ഇത് ഞാൻ പറയുന്ന ഇടത്തരക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ. കാശുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാം. അതിൽ പെടുന്നവരല്ല. അവർ അതനുസരിച്ച് അവരുടെ കല്യാണങ്ങളൊക്കെ നടത്തിക്കോട്ടെ. പക്ഷേ ഇടത്തരക്കാർ വീണ്ടും ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും ആകാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്ത് വാർദ്ധക്യം ആകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ പേടിച്ചിരിക്കേണ്ട, ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വാർദ്ധക്യത്തിൽ ഞാൻ വീണ് പോവുമോ, കിടന്നു പോവുമോ, എന്ത് ചെയ്യും? നമ്മളിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് ആ രീതിയിൽ തന്നെ നടക്കുക. അല്ലാണ്ട് വാർദ്ധക്യത്തിൽ ഒരു 70-75 വയസ്സാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മളിപ്പോഴേ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് കണ്ട അസുഖങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ സന്തോഷവാന്മാരായിട്ടിരിക്കുക, നമുക്ക് ചെയ്യാവുന്ന പണികളെല്ലാം ചെയ്ത് മിടുക്കന്മാരായിട്ടിരിക്കുക, വാർദ്ധക്യത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അപ്പോഴും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്നതായിട്ട്. കഴിഞ്ഞ ദിവസം ഞാനിട്ട ഒരു വീഡിയോയുടെ അടിയിലൊരു 60 വയസ്സുള്ള ഒരു ചേട്ടൻ വന്ന് കമൻ്റ് ഇട്ടിരുന്നു. എനിക്കത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. 100 കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ട്, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ഇപ്പോഴും ചെയ്യുന്നു എന്ന്. അമ്മ എങ്ങാണ്ട് 75-80 വയസ്സ് വരെ ജീവിച്ചിരുന്നു, പക്ഷേ അമ്മയും എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് തോന്നുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം. എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും എത്ര പറ്റില്ലായി ഉണ്ടെങ്കിലും നമ്മളെ മൈൻഡ് ചെയ്യരുത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ ജീവിതത്തെ സന്തോഷത്തോടെ നേരിടുക, സന്തോഷത്തോടെ മുന്നേറുക. എങ്കിലേ ജീവിതത്തിലൊരു വിജയം ഉണ്ടാവുള്ളൂ. ഇപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നേ ഉറപ്പായ കാര്യമാണ്. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.